ഹായ്, ദിസ് ഈസ് യശാദ് അലി. അപ്പോ നമ്മുടെ നെക്സ്റ്റ് പേപ്പറിന്റെ അനാലിസിസ് CMA ഇന്റർ ജൂൺ 2026 എക്സാമിന് വേണ്ടിയിട്ടുള്ള ടാക്സിന്റെ അനാലിസിസ് ഓൾറെഡി നമ്മൾ ചെയ്ത് അതിന്റെ പ്രഡിക്ഷനും പറഞ്ഞ് അതേപോലെ ലോന്റെ അനാലിസിസും ലോന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതൊക്കെയെന്നുള്ള പ്രഡിക്ഷൻ ഒക്കെ എന്നുള്ളത് നമ്മൾ പറയാൻ പോവുകയാണ്. ഓക്കെ, സോ നോക്കുക, നമ്മൾ കഴിഞ്ഞ ലോ ടാക്സ് ചെയ്ത അതേപോലെ ടാക്സ് കാണാത്തൊരു വേഗം പോയി ടാക്സ് കാണാം. നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടാക്സ് ചെയ്ത പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ 5 അറ്റംപ്റ്റിലെ പേപ്പർ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, സോ ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ MCQ പാറ്റേൺ പറയുന്നില്ല, ഓൺലി ഡിസ്കസിങ് ഡിസ്ക്രിപ്റ്റീവ്. 70 മാർക്സിനാണ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്നത്. 2A തൊട്ട് 8B വരെയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വന്നത്, ഇനി വരാൻ പോകാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ രണ്ടാമത്തെ A ക്വസ്റ്റ്യൻ നോക്കിക്കേ. രണ്ടാമത്തെ A ക്വസ്റ്റ്യൻ എല്ലാ അറ്റംപ്റ്റിലും ഇതുവരെ ചോദിച്ച എല്ലാ അറ്റംപ്റ്റിലും ചോദിച്ചിട്ടുള്ളത് കോൺട്രാക്ട് ആക്ട് ആണ്. നോക്കിക്കേ, എല്ലാതും കോൺട്രാക്ട് ആക്ട് ആണ് ചോദിച്ചത്. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്, ഒന്നും ഒരുപോലെ ചോദിച്ചിട്ടില്ല. നോക്കിക്കേ, 2023 ഡിസംബർ ചോദിച്ചത് കോസി കോൺട്രാക്ട് ആണ്. ജൂൺ 2024 ചോദിച്ചത് കണ്ടിൻജന്റ് കോൺട്രാക്ടിനെ കുറിച്ചാണ്. ഡിസംബർ 2024 ചോദിച്ചത് ഇൻഗ്രീഡിയൻസ് ഓഫ് ഈ കോൺട്രാക്ടിനെ കുറിച്ചാണ്. നെക്സ്റ്റ് അതേപോലെ അക്സെപ്റ്റൻസ് ഓഫ് കോൺട്രാക്ടിനെ കുറിച്ചാണ് ജൂൺ 2025 ചോദിച്ചത്. മിസ് റെപ്രസെന്റേഷനെ കുറിച്ചാണ് ഡിസംബർ 2025 ചോദിച്ചത്. സോ ഇതൊന്നും അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് ആയിരിക്കും കോൺട്രാക്ട് ആക്ട് എന്ന് ഇപ്രാവശ്യം വരുന്നുണ്ടാവുക. ഇതൊന്നും ആവില്ല, റിപ്പീറ്റഡ് പോർഷൻസ് ഇല്ല. ശ്രദ്ധിച്ചോ, റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ടോപ്പിക് തന്നെ ചോദിക്കുന്നില്ല. കോൺട്രാക്ട് ആക്ട് എന്നാണ് ചോദിക്കുന്നതെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ചോദിക്കുന്നത്. സോ യു ക്യാൻ എക്സ്പെക്ട് എ ഡിഫറെന്റ് ടോപ്പിക് അതർ ദാൻ ദീസ് ഫോർ ദിസ് അറ്റംപ്റ്റ്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഡിഫറെന്റ് ടോപ്പിക് ഇപ്രാവശ്യം എക്സ്പെക്ട് ചെയ്യാൻ കോൺട്രാക്ടിൽ നിന്ന് രണ്ടാമത്തെ A ക്വസ്റ്റ്യൻ ആയിട്ട്. ഒന്ന് രണ്ടാമത്തെ കാര്യം പറയാം, രണ്ടാമത്തെ ബി ക്വസ്റ്റ്യനും കോൺട്രാക്ട് ആക്ട് തന്നെയാണ് എല്ലാ തവണയും ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, കോൺട്രാക്ട് ആക്ട് എല്ലാ അറ്റംപ്റ്റിലും കോൺട്രാക്ട് ആക്ട് തന്നെ ചോദിച്ചേ. ഇനി അവിടെയും ഇതേപോലെ സെയിം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. എല്ലായിടത്തും ചോദിച്ചു നോക്കിയേ, ഒരു തവണ മാത്രം, അത് കഴിഞ്ഞ ഡിസംബർ 2025 ക്വസ്റ്റ്യനും അതേപോലെ ഡിസംബർ 2023 ക്വസ്റ്റ്യനും സെയിം ആയിരുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡെമിനിറ്റി ആൻഡ് കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, ഇത് സെയിം ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത് ഇൻ ഡിസംബർ 2023. അതെ, അത് കുറെ പാറ്റേൺ തുടർന്നിട്ടുണ്ട്. ഡിസംബർ 23 ചില ക്വസ്റ്റ്യൻ ഡിസംബർ 2025 റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ചിലതൊക്കെ. ഈ ബാക്കിയുള്ളതൊന്നും സെയിം അല്ല, ഒക്കെ ഡിഫറൻസ് ആയിരുന്നു. ഇവിടെ ജൂൺ 2024 നോക്കുകയാണെങ്കിൽ ഡ്യൂട്ടീസ് ഓഫ് ബെയിലറാ ചോദിച്ചത്. അതേപോലെ ഡിസംബർ 2024 സർക്കംസ്റ്റൻസസ് ഓഫ് ലയബിലിറ്റി ഷുവറിറ്റിന്റെ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അതേപോലെ റൈറ്റ്സ് ഓഫ് ആൻ ഇൻഡെമിനിറ്റി ഹോൾഡറിന്റെ ക്വസ്റ്റ്യൻ ആണ് ജൂൺ 2025 ചോദിച്ചത്. സോ അതുകൊണ്ട് തന്നെ ഇതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വയ്യ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക് എന്ന് വരും എന്ന് പറയാൻ പറ്റത്തില്ല. സോ ഇതൊന്നല്ലാതെ വേറെ ഒരു ടോപ്പിക് എന്നായിരിക്കും നെക്സ്റ്റ് അറ്റംപ്റ്റിൽ, അതായത് ജൂൺ 2026 ചോദിക്കാൻ പോകുന്നത് രണ്ടാമത്തെ B ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പൊ 2Aയും Bയും കോൺട്രാക്ട് ആണ്. ഓക്കെ, മൂന്നാമത്തെ A ക്വസ്റ്റ്യൻ എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നത് പാർട്ട്ണർഷിപ്പ് ആക്ട് ആണ്. ബട്ട് ഒരു തവണ, അതായത് ഡിസംബർ 2024 LLP ആക്ട് ചോദിച്ചത്. ഓക്കെ, അപ്പം രണ്ടെണ്ണം, അതായത് ഡിസംബർ 2024 തൊട്ട് മുന്നേ രണ്ടെണ്ണം പാർട്ട്ണർഷിപ്പും അതിന് ശേഷം രണ്ടെണ്ണം പാർട്ട്ണർഷിപ്പാണ് ചോദിച്ചത്. സോ അതുകൊണ്ട് തന്നെ യു ക്യാൻ എക്സ്പെക്ട് LLP ആക്ട് ഫോർ അപ്കമിങ് അറ്റംപ്റ്റ്. വേണമെങ്കിൽ, ഉറപ്പ് പറയുന്നില്ല, LLP ആക്ട് കുറച്ച് മുമ്പ് ചോദിച്ചുകൊണ്ട് തന്നെ അഗെയിൻ ഡിഫറെന്റ് ആയിരിക്കും ചോദിക്കാം. ഇവിടെയും ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാം. മൂന്നാമത്തെ A ക്വസ്റ്റ്യൻ ഓഫ് ഡിസംബർ 2023 മൂന്നാമത്തെ A ക്വസ്റ്റ്യൻ ഓഫ് ഡിസംബർ 2025 സെയിം ആണ്. സെയിം ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ശ്രദ്ധിച്ചോ എന്നറിയില്ല, സെയിം ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഓക്കെ, സോ ഈ ഒരു പാറ്റേൺ തുടരുകയാണെങ്കിൽ വേണമെങ്കിൽ ജൂൺ 2024 ജൂൺ 2026 റിപ്പീറ്റ് ചെയ്തൂടെ. അതുകൊണ്ട് ഈ അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറയുന്നത്. ആ ഒരു പാറ്റേൺ തുടരുകയാണെങ്കിൽ മാത്രമേ, ഒരു ജസ്റ്റ് ഒരു അനാലിസിസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ജൂൺ 2024 ക്വസ്റ്റ്യൻസ് ഒന്ന് നല്ലോണം വർക്ക്ഔട്ട് ചെയ്യാമെന്ന് പറയുന്നത്. കാരണം ഡിസംബർ 2023 അതേപോലെ ഡിസംബർ 2025 റിപ്പീറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ജൂൺ 2024 അതേപോലെ ജൂൺ 2026 മേ ബി, ഉറപ്പ് പറയുന്നില്ല, മേ ബി റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സോ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ അവിടെ ചോദിച്ചത് ഗ്രൗണ്ട്സ് കോർട്ട് മേ ഡയറക്ട് റെസൊല്യൂഷൻ, കോർട്ട് ഡയറക്ട് ചെയ്യുന്ന കോർട്ട് റെസൊല്യൂഷൻസ് പറയുന്ന ഏതൊക്കെയാണ് പാർട്ട്ണർഷിപ്പിൽ എന്നുള്ളതാണ് ചോദിച്ചത്. അതേപോലെ അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റർ ആണ് LLP ആക്ട് ചോദിച്ചത്. പിന്നെ പ്രൊസീജിയർ ഓഫ് ഫോമിംഗ് എ പാർട്ട്ണർഷിപ്പ് ആണ് ജൂൺ 2025 ചോദിച്ചത്. സോ പാർട്ട്ണർഷിപ്പ് ആക്ട് ഇമ്പോർട്ടന്റ് ആണ് മൂന്നാമത്തെ A ക്വസ്റ്റ്യൻ ചെയ്യാൻ. അത് ഒന്നെങ്കിൽ LLP ആക്ട് ആയിരിക്കാം ചിലപ്പോൾ മൂന്നാമത്തെ A ക്വസ്റ്റ്യനിൽ ചോദിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു പാർട്ട്ണർഷിപ്പ് തന്നെ ആയിരിക്കും മിക്കവാറും. എന്തായാലും LLP ആക്ട് പഠിക്കാതെ പോകണ്ട എന്ന് ഞാൻ പറയും. നെക്സ്റ്റ് മൂന്നാമത്തെ B ക്വസ്റ്റ്യൻ, അത് സെയിൽ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ നെഗോഷ്യബിൾ, ഈ രീതിയിലാണ് ചോദിക്കുക. ഇവിടെ ഡിസംബർ 2023 സെയിൽ ഓഫ് ഗുഡ്സ് ആണ് ചോദിച്ചത്. ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് ഓഫ് സെയിൽ ആൻഡ് അഗ്രിമെന്റ് ടു സെയിൽ ആണ് ചോദിച്ചത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ആണ് ജൂൺ 2024 ചോദിച്ചത്. ഡിഫറൻസ് ബിറ്റ്വീൻ നെഗോഷിയേഷൻ ആൻഡ് അസൈൻമെന്റ് ആണ് ചോദിച്ചത്. ഡിസംബർ 2024 ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ് ചോദിച്ചത്. അപ്പൊ ഇവിടെ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് വാറന്റിനെ കുറിച്ചാണ് ജൂൺ 2025 ചോദിച്ചത്.
ഡിസംബർ 2025 ബയേഴ്സ് റെമഡീസ് അഗെയിൻസ്റ്റ് സെല്ലർ ഫോർ എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. ബ്രീച്ച് ഓഫ് കോൺട്രാക്ടിന്റെ കേസിൽ സെല്ലേഴ്സിന്റെ റെമഡി എന്താണെന്നുള്ളതാണ്, സോറി ബയേഴ്സിന്റെ റെമഡി എന്താണെന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ ഒന്നുകിൽ നെഗോഷ്യബിൾ അല്ലെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സ്. സോ പ്രോബബ്ലി നെക്സ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിരിക്കാം. കാരണം നോക്കിക്കേ, സെയിൽ ഓഫ് ഗുഡ്സ് നെഗോഷ്യബിൾ, സെയിൽ ഓഫ് ഗുഡ്സ്. സോ ഓഫ് കോഴ്സ് നെക്സ്റ്റ് അറ്റംപ്റ്റിൽ മൂന്നാമത്തെ ബി ക്വസ്റ്റ്യൻ വിൽ ബി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ആയിരിക്കാനാണ് ചാൻസ്. ഓക്കെ, സോ നെഗോഷ്യബിളിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക അതർ ദാൻ സെയിൽ ഓഫ് ഗുഡ്സിനെക്കാളും. നെക്സ്റ്റ് നാലാമത്തെ എ ക്വസ്റ്റ്യൻ ചോദിച്ചത് കോഡ് ഓഫ് വേജസ്. കൂടുതൽ ചോദിച്ചിട്ടുള്ള കോഡ് ഓഫ് വേജസ് ആണ്. കോഡ് ഓഫ് വേജസ്. ബട്ട് ഇടയില് ഫാക്ടറീസ് ആക്ട് ചോദിച്ചിട്ടുണ്ട്. ഫാക്ടറീസ് ആക്ട് ജൂൺ 2024 ഫാക്ടറീസ് ആക്ട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു ജൂൺ 2024 റിപ്ലിക്കേറ്റ് ആണ് ജൂൺ 2026 വരുന്നതെന്നുണ്ടെങ്കിൽ ഫാക്ടറീസ് ആക്ടിനെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ ഞാൻ ഇമ്പോർട്ടൻസ് പറയുന്നില്ല ഫാക്ടറീസ് ആക്ടിന്. യു ഷുഡ് സ്റ്റഡി കോഡ് ഓഫ് വേജസ് ആൾസോ. അപ്പൊ കോഡ് ഓഫ് വേജസിന്റെ കേസിൽ ഇവിടെ നോക്കിക്കേ പല ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് കേട്ടോ. അതായത് ടൈം ലിമിറ്റ് ഫോർ പേയ്മെന്റ് ഓഫ് വേജസ്, ക്ലെയിം ഫോർ മെയ്ഡ് അണ്ടർ കോഡ് ഓഫ് വേജസ്, ഫൈൻസ്, വേജസ് കോമ്പണൻസ് ഓഫ് മിനിമം വേജസ് ദാറ്റ് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ഫിക്സസ്. ഓക്കെ, സോ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇല്ല, ശ്രദ്ധിക്കണം. ലോയില് നമ്മൾ ടാക്സിലൊക്കെ പറഞ്ഞ പോലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഇല്ല. റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ടോപ്പിക്ക് തന്നെ എല്ലാ തവണയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. ആകെ ഡിസംബർ 2023 2 ക്വസ്റ്റ്യൻ എവിടെ ചോദിച്ചു? ഡിസംബർ 2025 ചോദിച്ചു. വേറെ എവിടെയും റിപ്ലിക്കേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. ഓക്കെ, നാലാമത്തെ ബി ക്വസ്റ്റ്യൻ ഗ്രാറ്റുവിറ്റി ആയിരുന്നു 3 തവണയും ചോദിച്ചത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം കുറെ പേർക്ക് ട്വിസ്റ്റ് ആയിരുന്നു. കാരണം എല്ലാ അറ്റംപ്റ്റും, അതായത് ഡിസംബർ 2023, ജൂൺ 2024, ഡിസംബർ 2024 ഒക്കെ ഗ്രാറ്റുവിറ്റി ആക്ടാ ചോദിച്ചത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ജൂൺ 2025 ESIയും ഡിസംബർ 2025 EPF ചോദിച്ചു. അത് ട്വിസ്റ്റ് ആയിരുന്നു. കാരണം ആരും എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ ചോദിക്കും എന്നുള്ളത്. EPF എന്ന ക്വസ്റ്റ്യൻ വരുന്നുള്ളത്, അതുപോലെ ESI എന്ന ക്വസ്റ്റ്യൻ വരുന്നുള്ളത് ആ സമയത്ത് ആരും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. സോ ഐ തിങ്ക് ദിസ് ടൈം ഗ്രാറ്റുവിറ്റി തന്നെ ആയിരിക്കും. കാരണം ഗ്രാറ്റുവിറ്റി ചോദിച്ചിട്ട് കുറച്ചായില്ലേ. സോ അഗെയിൻ ഗ്രാറ്റുവിറ്റി തന്നെ ചോദിക്കാനാണ് ചാൻസ്. നാലാമത്തെ ബി ക്വസ്റ്റ്യൻ. ഗ്രാറ്റുവിറ്റിന്ന് ഇതുവരെ ചോദിച്ചത് ഫയലിംഗ്, നോമിനേഷൻ അണ്ടർ ഗ്രാറ്റുവിറ്റി, അപ്ലിക്കേഷൻ ആൻഡ് ബിലേറ്റഡ് അപ്ലിക്കേഷൻ ഫോർ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി, റെഗുലേഷൻസ് റിലേറ്റഡ് ടു പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അത് പറഞ്ഞില്ല, അതായത് ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. അത് ശ്രദ്ധിക്കണം നിങ്ങൾ. ഒരേ ടൈപ്പ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഇല്ല. ഓക്കെ, സോ ഇതൊന്നും അല്ലാതെ വേറൊരു ഗ്രാറ്റുവിറ്റി ക്വസ്റ്റ്യൻ ആയിരിക്കും നെക്സ്റ്റ് അറ്റംപ്റ്റ് ചോദിക്കുക. അഞ്ചാമത്തെ എ ക്വസ്റ്റ്യൻ തൊട്ട് പിന്നെ കമ്പനീസ് ആക്ട്. 5A-യും 5B-യും കമ്പനീസ് ആക്ടാണ്. 2 കമ്പനീസ് ആക്ടാണ് ചോദിക്കുന്നത്. അപ്പം അഞ്ചാമത്തെ എ ക്വസ്റ്റ്യൻ ബൈബാക്ക് ഓഫ് ഷെയർസിനെ കുറിച്ചായിരുന്നു ഡിസംബറിൽ. ദെൻ എല്ലാം സെപ്പറേറ്റ് ആണ്. നോക്കിക്കേ, ജൂൺ 2024 സെക്യൂർഡ് ഡിബഞ്ചേഴ്സിനെ കുറിച്ച് ചോദിച്ചത്. ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിലിനെ കുറിച്ചാണ് ഡിസംബർ 2024 ചോദിച്ചത്. ജൂൺ 2025 കമ്പനീസ് നെയിം ചേഞ്ച് ചെയ്യുന്നതിനെ ബന്ധപ്പെട്ടാണ് ചോദിച്ചത്. ആൻഡ് ലാസ്റ്റ്ലി ഡിസംബർ 2025 പ്രൊസീജിയർ ഫോർ സെൻഡിങ് നോട്ടീസ് ത്രൂ ഇലക്ട്രോണിക് മോഡ് ചോദിച്ചത്. ഓക്കെ, കമ്പനീസ് ആക്ട് ഒക്കെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് എല്ലാ അറ്റംപ്റ്റിലും. സോ ഇതൊന്നും അല്ലാതെ വേറൊരു ക്വസ്റ്റ്യൻ എനിക്ക് പ്രാവശ്യം ചോദിക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കമ്പനീസ് ആക്ട് തന്നെയാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ബട്ട് ഇതൊന്നും അല്ലാത്ത വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 5 അല്ലാതെ വേറെ ഏതെങ്കിലും ടോപ്പിക്സ് നല്ല ഇമ്പോർട്ടൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, കൊടുക്കണം കമ്പനീസ് ആക്ടിൽ. അഞ്ചാമത്തെ ബി ക്വസ്റ്റ്യൻ നോക്കി, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ചോദിച്ചത്. അഞ്ചാമത്തെ ബി ക്വസ്റ്റ്യൻ നമ്മളെ കമ്പനീസ് ആക്ടിന്റെ ഇപ്രാവശ്യം അങ്ങനെ തന്നെ ആയിരിക്കും. ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ് റെമ്യൂണറേഷൻ, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടർ. ഇത് ചോദിച്ചിട്ട് റിപ്പീറ്റ് ചെയ്തു. ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ഡയറക്ടർ നമ്മൾ മാർക്ക് ചെയ്യാം. ഡ്യൂട്ടീസ് ആൻഡ് ഡയറക്ടേഴ്സ് ഈ സാധനം റിപ്പീറ്റ് ചെയ്തു. റിപ്പീറ്റേഷൻ ആയിരുന്നു. പിന്നെ ബോർഡ് റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചു. ബോർഡ് റിപ്പോർട്ട്. ഓക്കെ, ഇതായിരുന്നു ആ ഒരു പാറ്റേൺ. അഞ്ചാമത്തെ പി ക്വസ്റ്റ്യൻ. ഓഫ് കോഴ്സ് അഞ്ചാമത്തെ പി ക്വസ്റ്റ്യൻ കമ്പനീസ് ആക്ട് തന്നെ. ഇതൊന്നും അല്ലാത്ത വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു റിപ്ലിക്കേഷൻ മിക്കവാറും വേണമെങ്കിൽ. ഇപ്പം ഡ്യൂട്ടീസും ചോദിച്ചില്ല, ബട്ട് ഡിസ്ക്വാളിഫിക്കേഷൻ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടർ. അഞ്ചാമത്തെ ബി ക്വസ്റ്റ്യൻ ഇപ്രാവശ്യം ലോയിൽ എന്റെ ഒരു പ്രൊഡിക്ഷൻ ആണ്. അഞ്ചാമത്തെ ബി ക്വസ്റ്റ്യൻ ഇപ്രാവശ്യം ലോയിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടർ ആയിരിക്കാം മേ ബി. ഓക്കെ, സോ ആറാമത്തെ എ ക്വസ്റ്റ്യനും കമ്പനീസ് ആക്ട്. അതായത് 5ഉം 6ഉം കമ്പനീസ് ആക്ട് ചോദിക്കാം. ഓക്കെ, ആറാമത്തെ എ ക്വസ്റ്റ്യൻ കമ്പനീസ് ആക്ട് ചോദിച്ചത്. ആറാമത്തെ എ ക്വസ്റ്റ്യൻ ഒന്ന് റോൾ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി, ഓഡിറ്റ് റിപ്പോർട്ട്, ബോർഡ് റിപ്പോർട്ട്, ഓപ്പറേഷണൽ ഫിനാൻഷ്യൽ കൺട്രോളിനെ കുറിച്ച് ചോദിച്ചു. വുമൺ ഡയറക്ടറിന്റെ കേസ് സ്റ്റഡി. ഇത് ട്വിസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ. കാരണം കേസ് സ്റ്റഡി ചോദിക്കാറ് 8ാമത്തെ ക്വസ്റ്റ്യനിലാണ്. ഓക്കെ, 8ാമത്തെ ലോട്ടിലാണ് കേസ് സ്റ്റഡി ചോദിക്കുക. 8A-യും B-യും കേസ് സ്റ്റഡി ആയിരിക്കും. ഇത് ജൂൺ 2025 വരെയുള്ള അതുവരെയുള്ള എല്ലാ പാറ്റേണിലും കേസ് സ്റ്റഡി ചോദിച്ചിട്ടുള്ളത് 8ാമത്തെ A-യും B-യിലും ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഡിസംബറത്തെ ക്വസ്റ്റ്യനിൽ 6ാമത്തെ എ ക്വസ്റ്റ്യനിൽ കേസ് സ്റ്റഡി ചോദിച്ചു. അതായത് ഒരു കേസ് സ്റ്റഡി ഇവിടെയും ഒരു കേസ് സ്റ്റഡി 8ലും ചോദിച്ചു. അതായത് കേസ് സ്റ്റഡി അടിപ്പിട്ട് ചോദിക്കാതെ 2 ലോട്ടായിട്ട് ചോദിച്ചു. ഇറ്റ് വാസ് എ ഹ്യൂജ് ട്വിസ്റ്റ്.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാന്നുള്ള മൈൻഡിൽ പോകുന്നവരുണ്ടോ, അതായത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാമെന്നുള്ള മൈൻഡിൽ പോകുന്ന ഒരു പെട്ടിയില്ലേ, കാരണം ഒന്ന് ഇവിടെ ഒന്ന് അവിടെ വന്നേ, മനസ്സിലായോ? സോ അഗെയിൻ ഈ പാറ്റേൺ തന്നെ തുടരാം. അതായത് ആറാമത്തേൽ ഒരു കേസ് സ്റ്റഡിയും എട്ടാമത്തേൽ ഒരു കേസ് സ്റ്റഡിയും എന്നുള്ള രീതിയിലായിരിക്കാം ഇപ്രാവശ്യം പാറ്റേൺ ഉണ്ടാവുക മിക്കവാറും. അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ആറാമത്തെ ആ കേസ് സ്റ്റഡി ചോദിച്ചാൽ വുമൺ ഡയറക്ടർ, അത് വുമൺ ഡയറക്ടറെ ചോദിച്ചാൽ കുറെ ആൾക്കാർക്ക് ട്വിസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. വുമൺ ഡയറക്ടറിനെ കുറിച്ച് അങ്ങനെ ചില ആൾക്കാർ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, കുറെ ആൾക്കാർ പരാതി പറഞ്ഞിരുന്നു അന്ന്. ആറാമത്തെ ബി ക്വസ്റ്റ്യൻ പവർ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, റൈറ്റ് ഓഫ് എ ഷെയർ ഹോൾഡർ, ക്യാൻസലേഷൻ ഓഫ് സറണ്ടർ ഓഫ് ഡീൻ, ഒക്കെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് പവേഴ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടർ ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടാ. അതായത് ഡിസംബർ 2023 ബോർഡ് ഓഫ് ഈ സാധനം പവർ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അഗൈൻ റിപ്പീറ്റ് ചെയ്തു ജൂൺ 2025. അയ്യോ, ദിസ് റിപ്പീറ്റേഷൻ ആയിരുന്നു. ഓക്കെ, ദെൻ പ്രൈമറി റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് KMP. സോ റിപ്പീറ്റേഷൻ വളരെ കുറവാണ്, വളരെ വളരെ കുറവാണ്. ഓക്കെ, നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ പിന്നെ എത്തിക്സ് ആണ്. 7Aയും Bയും എത്തിക്സ് ആണ്. എത്തിക്സിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച എത്തിക്സിലെ ക്വസ്റ്റ്യൻ ആണ് ഇമോഷണൽ ഇന്റലിജൻസ്. ഏഴാമത്തെ ബി ക്വസ്റ്റ്യനിൽ എത്ര തവണ ചോദിച്ചു എന്ന് അറിയോ? ഡിസംബർ 2023 ചോദിച്ചു, ജൂൺ 2024 ചോദിച്ചു, ആൻഡ് ജൂൺ 2025 ഇമോഷണൽ ഇന്റലിജൻസ് ചോദിച്ചു. സോ അപ്കമിംഗ് അറ്റംപ്റ്റിൽ ഏഴാമത്തെ ബി ക്വസ്റ്റ്യൻ വിൽ ബി റിലേറ്റഡ് ടു ഇമോഷണൽ ഇന്റലിജൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഏഴാമത്തെ ബി ക്വസ്റ്റ്യൻ ജൂൺ 2026 ഉണ്ടാവുക മിക്കവാറും. അതിന്റെ ഇടയിൽ പിന്നെ ഡിഫറെന്റ് ആയിട്ട് ചോദിച്ചത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബിസിനസ് എത്തിക്സും ബിസിനസ് എത്തിക്സിന്റെ ജനറൽ അൺഎത്തിക്കൽ പ്രാക്ടീസസും ആണ് ചോദിച്ചത്. 7Aയിൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ബിസിനസ് എത്തിക്സ്, നേച്ചർ ഓഫ് ബിസിനസ് എത്തിക്സ് ആൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എത്തിക്സ് ആൻഡ് ലോ, കോഡ് ഓഫ് എത്തിക്സ് ബൈ CFA ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെമ്പേഴ്സിന്റെ കേസിൽ നേച്ചർ ഓഫ് ബിസിനസ്, ഇങ്ങനെ 7A നേച്ചർ ഓഫ് ബിസിനസ് എത്തിക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ജനറൽ ക്വസ്റ്റ്യൻ. എത്തിക്സ് വിടണ്ട, യു ക്യാൻ ഗെറ്റ് 14 മാർക്സ് ഈസിലി. MCQ വാരി ഉണ്ടാവും. സോ എത്തിക്സ് ഷുഡ് ബി ദ ഫസ്റ്റ് പ്രയോറിറ്റി. എട്ടാമത്തെ ക്വസ്റ്റ്യൻ കേസ് സ്റ്റഡി ആണ്. ഒരു കേസ് സ്റ്റഡി തരും. ഞാനൊരു ടിപ്പ് തരാം. ഇതുവരെയുള്ള ഡിസംബർ 2023 തൊട്ട് ഇതുവരെയുള്ള എല്ലാ അറ്റംപ്റ്റിലെയും കേസ് സ്റ്റഡി നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. മസ്റ്റ് ആയിട്ട് ചെയ്യണം. കേസ് സ്റ്റഡി വായിച്ച് മനസ്സിലാക്കാൻ പറ്റണം, അല്ലെങ്കിൽ പണി പാടും. കേസ് സ്റ്റഡി വായിച്ച് മനസ്സിലാക്കി അതിന് കറക്റ്റ് ആൻസർ നിങ്ങൾ എഴുതി കൊടുക്കാൻ പഠിക്കണം. വെരി ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ എട്ടാമത്തെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം. പക്ഷെ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പൊ ഡേഞ്ചറാണ്. കാരണം എന്താ വെച്ചാൽ 8ന്റെ ഒരു കേസ് സ്റ്റഡി വരുന്ന 6ലും ഒരു കേസ് സ്റ്റഡി 8ലും. അങ്ങനെ 6 8 ഒഴിവാക്കേണ്ടി വരും. 6 8 ഒഴിവാക്കാൻ 6 കമ്പനീസ് ആക്ടിന്റെ ക്വസ്റ്റ്യനാണ്. കമ്പനീസ് ആക്ട് എന്തായാലും നമ്മൾ പഠിക്കുന്ന 6 ഒഴിവാക്കാൻ പറ്റില്ല, 8 ഒഴിവാക്കാനും പറ്റില്ല. മനസ്സിലായോ? സോ ഇറ്റ്സ് വെരി ഡേഞ്ചർ. ആക്ച്വലി ഞാൻ പറയുന്ന കേസ് സ്റ്റഡി ക്വസ്റ്റ്യനുകൾ എല്ലാം ഇപ്പൊ ഒരു തവണ ഇപ്പം കോൺട്രാക്ടിന്റെ കുറെ ടൈപ്പ് കേസ് സ്റ്റഡി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു തവണ ടെസ്റ്റ് ചെയ്തിട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് കേസ് സ്റ്റഡി വെച്ചത് അത് ഏതാ കണ്ടാന്നറിയോ? ഡിസംബർ 2024. സോ ലോ പേപ്പർ ഈസ് അൺപ്രഡിക്റ്റബിൾ മാൻ. എന്നാലും നമുക്ക് കുറെയൊക്കെ നമുക്ക് ഈ ഒരു ഓർഡറിലാണ് വരുന്നതെന്ന് പറയാം. സോ കഴിഞ്ഞ അറ്റംപ്റ്റിലും കോൺട്രാക്ടിന്റെ കേസ് സ്റ്റഡി ചോദിച്ചത്. സോ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് അറ്റംപ്റ്റിൽ കോൺട്രാക്ടിന്റെ കേസ് സ്റ്റഡി ആയിരിക്കും എട്ടാമത്തെ ക്വസ്റ്റ്യൻ. മൈ പ്രഡിക്ഷൻ കോൺട്രാക്ടിന്റെ കേസ് സ്റ്റഡി ആയിരിക്കും എട്ടാമത്തെ ക്വസ്റ്റ്യൻ. എട്ടാമത്തെ ബി ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ പ്രാവശ്യം ചേഞ്ച് ചെയ്തു. ഇവിടെ ചോദിക്കേണ്ട ചോദ്യമാണ് ആറാമത്തെ എ ക്വസ്റ്റ്യനിൽ കേസ് സ്റ്റഡി ആയിട്ട് ചോദിച്ചത്. എട്ടാമത്തെ ബി ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഡിറ്റ് കമ്മിറ്റിനെ കുറിച്ചാണ് ചോദിച്ചത്. അത് ഓൾറെഡി ഡിസംബർ 2023 വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഡിസംബർ 2023 കുറെ സാധനം ഡിസംബർ 2025 റിപ്പീറ്റ് ചെയ്തു കിട്ടും. എന്തൊക്കെ വന്നു? റോൾസ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി വന്ന്, അതേപോലെ ലയബിലിറ്റി ഓഫ് പാർട്ട്ണർ ആൻഡ് ആഫ്റ്റർ ഡിസൊല്യൂഷൻ വന്ന്, അതേപോലെ ഇൻഡെമിനിറ്റി ആൻഡ് കോൺട്രാക്ട് ഓഫ് വാറന്റി ഡിഫറൻസ് വന്നു. 3 ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തു ഡിസംബർ 2023 നിന്ന് ഡിസംബർ 2025. ഓക്കെ, ജൂൺ 2024 വേണമെങ്കിൽ ജൂൺ 2026 റിപ്പീറ്റ് ചെയ്യാം എന്ന് തോന്നുന്നു. ജസ്റ്റ് എ പ്രഡിക്ഷൻ ഓൺലി, ഉറപ്പാവണം എന്ന് ഞാൻ പറയുന്നില്ല. ഇനി ഞാൻ ഇതിൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കേസ് സ്റ്റഡി ഡയറക്ടറിന്റെ കേസിൽ, കമ്പനീസിന്റെ കേസിൽ ഡയറക്ടർ ചോദിച്ചത് ഡയറക്ടറുടെ റെസിഗ്നേഷന്റെ കേസ് സ്റ്റഡി, അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കേസ് സ്റ്റഡി, റിമൂവൽ ഓഫ് ഡയറക്ടറിന്റെ കേസ് സ്റ്റഡി, റെസിഗ്നേഷൻ ഓഫ് ഡയറക്ടറിന്റെ കേസ് സ്റ്റഡി എന്ന് ചോദിച്ചത്. അപ്പം ഇതിൽ ഡയറക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് സ്റ്റഡി തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക വരുന്നുണ്ടാവുക. ഓക്കെ, ഡയറക്ടർ റിലേറ്റഡ് കേസ് സ്റ്റഡി തന്നെ ആവും വരുന്നുണ്ടാവുക. അപ്പോയിന്റ്മെന്റോ റിമൂവലോ റെസിഗ്നേഷനോ അല്ലെങ്കിൽ പവേഴ്സോ അങ്ങനെ ഇതിൽ വെച്ചിട്ടുള്ള ഒരു കേസ് സ്റ്റഡി സംതിങ് യു ക്യാൻ എക്സ്പെക്ട് എട്ടാമത്തെ ബി ക്വസ്റ്റ്യൻ. സോ ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇത് കണ്ടാൽ തന്നെ മനസ്സിലും. ഒന്നേതാ കോൺട്രാക്ട്, രണ്ടേതാ കമ്പനീസ് ആക്ട്, മൂന്നേതാ എത്തിക്സ്. ഇത് ഏകദേശം ഈ 3 കവർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ യു ക്യാൻ ക്രാക്ക് ലോ. ഈ 3 കവർ ചെയ്യാൻ പറ്റിയ കോൺട്രാക്ട്, കമ്പനീസ്, എത്തിക്സ്, ഈ 3 ഏകദേശം. അതായത് രണ്ടാമത്തെ ലോട്ട് കോൺട്രാക്റ്റാ, ഒരു ലോട്ട് കിട്ടി. ഓക്കെ, 5ാമത്തെ ലോട്ട് 6ാമത്തെ ലോട്ട് കമ്പനീസ് ആക്ടാണ്, എഗെയിൻ 2 ലോട്ട് കിട്ടി. കമ്പനീസ് ആക്ട് പഠിച്ചാൽ 8ാമത്തെ ലോട്ടും കോൺട്രാക്ട് കമ്പനീസ് ആക്ട് കൂടി മിക്സ് ആവും, അഗെയിൻ ഒരടുത്ത ലോട്ട് കിട്ടി. മൊത്തം 4 ലോട്ട് കിട്ടി. പിന്നെ 1 മാത്രമേ പെൻഡിങ് ഉള്ളൂ.
അത് നിങ്ങൾക്ക് എത്തിക്സ് ഉണ്ട്. സോ യു ക്യാൻ ആക്ച്വലി സ്കിപ്പ് ഏത് സെയിൽ ഓഫ് ഗുഡ്സ്, ഫാക്ടറീസ് ആക്ട് ഒക്കെ സ്കിപ്പ് ചെയ്യാം. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ക്വാണ്ടിറ്റി സ്കിപ്പ് ചെയ്തിട്ട് ഇനി പണി പാളിയിട്ട് വരരുത്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കോൺട്രാക്ട് ചോദിച്ചേ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പാർട്ട്ണർഷിപ്പും സെയിൽ ഓഫ് ഗുഡ്സ് രണ്ടെണ്ണം പഠിക്കണം. നാലാമത്തെ ക്വസ്റ്റ്യൻ കാറ്റ്, ടി എസ്, ഇ എഫ് എഫ്, കോഡ് ഓഫ് ആക്ട് ഒക്കെ പഠിക്കണം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കമ്പനീസ്, ആറാമത്തെ ക്വസ്റ്റ്യൻ കമ്പനീസ്, ഏഴാമത്തെ ക്വസ്റ്റ്യൻ എത്തിക്സ്. സോ എട്ടാമത്തെ ക്വസ്റ്റ്യൻ കോൺട്രാക്റ്റും കമ്പനീസ് ആയിട്ടും കൂടി മിക്സ് ചെയ്തിട്ട് വരിക. സോ ഏതൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുക? 2 അറ്റൻഡ് ചെയ്യാം, ദെൻ 5 അറ്റൻഡ് ചെയ്യാം, 6 അറ്റൻഡ് ചെയ്യാം, 7 അറ്റൻഡ് ചെയ്യാം, 8 അറ്റൻഡ് ചെയ്യാം. മൊത്തം 5 ക്വസ്റ്റ്യൻ കിട്ടി. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ഞാനിതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ട് പറയുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയിട്ട് പറയുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഞാൻ ഇപ്രാവശ്യം കണക്കൂട്ടിയനുസരിച്ച് നിങ്ങൾ എന്തായാലും പഠിക്കേണ്ട ടോപ്പിക്സ്. ഫസ്റ്റ് പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ ടു എത്തിക്സ്. ഫസ്റ്റ് പ്രയോറിറ്റി എത്തിക്സിന് കൊടുക്കുക. കോൺട്രാക്ട് ആക്ട് പഠിക്കുക, കമ്പനീസ് ആക്ട് പഠിക്കുക. ഇത് 3 ഏകദേശം കവർ ചെയ്താൽ തന്നെ ഡിസ്ക്രിപ്റ്റീവിൽ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ എഴുതാം. ഡിസ്ക്രിപ്റ്റീവിൽ 5 ലോട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ, അതായത് ഇഫ് യു ഹാവ് ടൈം, ആംബിൾ ടൈം കയ്യിലുണ്ടെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റും പാർട്ട്ണർഷിപ്പും എല്ലാവർക്കും സെയിൽ ഓഫ് ഗുഡ്സും കൂടി പഠിക്കുക. ഇഫ് ഏതെങ്കിലും ഒരു ലോട്ട് ടഫ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് പിടിക്കാം. മനസ്സിലായ? അതായത് ഇപ്പം ഞാൻ കറക്റ്റ് ഇത് മാത്രം പഠിച്ചു വയ്ക്കാൻ അതിൽ ഏതെങ്കിലും കിട്ടാത്തൊക്കെ ഉണ്ടെങ്കിൽ മറ്റേ വെച്ച് പിടിക്കാൻ എന്തെങ്കിലും വേണ്ടേ? യു ഹാവ് ആൻ ഓപ്ഷൻ ബി, സോറി, പ്ലാൻ ബി. ആ പ്ലാൻ ബി ആണ്. സെയിൽ ഓഫ് ഗുഡ്സ് പഠിക്കാൻ അധികം സമയം എടുക്കില്ല, പാർട്ട്ണർഷിപ്പ് പഠിക്കാൻ അധികം സമയം എടുക്കില്ല, LLP പഠിക്കാൻ സമയം എടുക്കില്ല, നെഗോഷ്യബിൾ ചിലപ്പോൾ സമയം എടുത്തുന്ന നല്ല നെഗോഷ്യബിളും പഠിച്ചു വെക്കുക. ഇത്രയും ആക്ടുകൾ സെപ്പറേറ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. മറ്റേ ഞാൻ പഠിക്കണ്ടെന്ന് പറയുന്നില്ല കേട്ടോ. ഫാക്ടറീസ് ആക്ട് കുറെ ആക്ടുകൾ വേറെ ഉണ്ട്. കോഡ് ഓഫ് ഏജസ് ഞാൻ ഇപ്രാവശ്യം പഠിക്കണ്ടെന്ന് പറയുന്നില്ല. കോഡ് ഓഫ് ആക്ട് ഇപ്രാവശ്യം ചോദിക്കാം. പക്ഷേ ആ ലോട്ട് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. കോഡ് ഓഫ് ഏജും EPF ഉം ESI വരുന്ന ലോട്ടില്ല, ഗ്രാറ്റുവിറ്റിക്ക് വരുന്നത്. അതിന് ആ ലോട്ട് ഞാൻ പക്ക സ്കിപ്പ് ചെയ്ത ലോട്ടാണ്. ഓക്കെ, അപ്പൊ അതും ഇമ്പോർട്ടൻസിൽ വരും. ഇഫ് അത് കംഫർട്ട് ആണെങ്കിൽ അത് പഠിക്കാം. ഞാനൊരു എന്താ പറയുക, ഒരു പക്കാ ഒരു മിനിമൈസ് എന്നുള്ള രീതിയിലാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, ഇനി എൻ്റെ ഒരു പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ ഇപ്പം രണ്ടാമത്തെ A ക്വസ്റ്റ്യൻ കോൺട്രാക്ട് ആയിരിക്കും, രണ്ടാമത്തെ B ക്വസ്റ്റ്യൻ കോൺട്രാക്ട് ആയിരിക്കും, മൂന്നാമത്തെ A ക്വസ്റ്റ്യൻ പാർട്ട്ണർഷിപ്പ് ആയിരിക്കും, മൂന്നാമത്തെ B ക്വസ്റ്റ്യൻ സെയിൽ ഓഫ് ഗുഡ്സ് ആയിരിക്കും, പാർട്ട്ണർഷിപ്പ് ഓർ LLP കൂടി ഞാൻ ഇവിടെ ഇടുന്നിട്ട്, ചിലപ്പോൾ LLP ഇടാൻ ചാൻസ് ഉണ്ട്. നാലാമത്തെ A ക്വസ്റ്റ്യൻ കോഡ് ഓഫ് ഏജസ്, നാലാമത്തെ B ക്വസ്റ്റ്യൻ ഗ്രാറ്റുവിറ്റി, ആൻഡ് അഞ്ചാമത്തെ A ക്വസ്റ്റ്യൻ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിൽ ഞാൻ സ്പെസിഫിക്കലി ഏതാന്ന് പറയുന്നില്ല. അഞ്ചാമത്തെ B ക്വസ്റ്റ്യൻ സ്പെസിഫിക് പറയാം. അഞ്ചാമത്തെ B ക്വസ്റ്റ്യൻ വിൽ ബി ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടർ ആയിരിക്കും. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടർ ഇല്ലേ, അതായിരിക്കും അഞ്ചാമത്തെ B ക്വസ്റ്റ്യൻ. നല്ല കൃത്യമായിട്ട് ചെയ്താൽ ഈ സാധനം. അഞ്ചാമത്തെ B ക്വസ്റ്റ്യൻ വിൽ ബി കമ്പനീസ് ആക്ടിലെ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടർ. ഓക്കെ, ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ. ആറാമത്തെ A ക്വസ്റ്റ്യൻ വിൽ ബി കമ്പനീസ് ആക്ട്. ആറാമത്തെ B ക്വസ്റ്റ്യനും കമ്പനീസ് ആക്ട്. ഏഴാമത്തെ A ക്വസ്റ്റ്യൻ എത്തിക്സ്. ഏഴാമത്തെ B ക്വസ്റ്റ്യൻ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാം ഇമോഷണൽ ഇന്റലിജൻസ്. ദെൻ എട്ടാമത്തെ A ക്വസ്റ്റ്യൻ കോൺട്രാക്ട് കേസ് സ്റ്റഡി. എട്ടാമത്തെ B ക്വസ്റ്റ്യൻ ഞാൻ ആ പാറ്റേൺ എനിക്കറിയില്ല, പാറ്റേൺ മാറി വരുമോ എന്നുള്ളത് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ പാറ്റേൺ ആണെങ്കിൽ ആറാമത്തെ A ക്വസ്റ്റ്യനും ആറാമത്തെ A ക്വസ്റ്റ്യനും എട്ടാമത്തെ B ക്വസ്റ്റ്യനും തമ്മിൽ ഷഫിൾ ചെയ്യാം. പിന്നെ അവിടെ പഴയ പാറ്റേൺ തന്നെ പോവാണ്. കമ്പനീസ് ആക്ട് കേസ് സ്റ്റഡി. എങ്ങനെയായാലും കമ്പനീസ് ആക്ടിന് ഒരു കേസ് സ്റ്റഡി ഉണ്ടാവും, ആൻഡ് എന്താ പറയാ കോൺട്രാക്ട് ആക്ടിന് ഒരു കേസ് സ്റ്റഡി ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഷഫിൾ ചെയ്യൽ ഇതാണ്.
അതായത് ഷഫിൾ ചെയ്യപ്പെടാൻ ചാൻസ് ഉള്ളത് ആറാമത്തെ എ ക്വസ്റ്റ്യനും എട്ടാമത്തെ ബി ക്വസ്റ്റ്യനും തമ്മിൽ ഷഫിൾ ചെയ്യാം. അതായത് ഇത് നേരെ ഇവിടെ വരാം, ഇത് നേരെ ഇവിടെയും പോവാം. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വന്നേ. അപ്പൊ ആ ഒരു പാറ്റേൺ വേണമെങ്കിൽ മാറാം. ദാറ്റ്സ് ദി ഡിഫറൻസ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ CMA ഇന്റർ ജൂൺ 2026 ലോ പേപ്പറിന്റെ അനാലിസിസ് ആൻഡ് പ്രഡിക്ഷൻ. കംപ്ലീറ്റ് 5 പേപ്പർ നമ്മൾ എന്തൊക്കെയാ വന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എടുത്തെടുത്ത് പറയുന്നത് കഴിഞ്ഞ 5 അറ്റംപ്റ്റിൽ വന്ന അതേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസസ് വളരെ കമ്മിയാണ്. വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടു അനാലിസ് ചെയ്തപ്പോൾ ഡിസംബർ 2023 ചില ക്വസ്റ്റ്യൻസ്, ഒരു 3 ക്വസ്റ്റ്യൻസ് ഡിസംബർ 2025 അതേപോലെ റിപ്പീറ്റ് ചെയ്തു. ബാക്കി അപ്പം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം ചെയ്തു പോയത് മണ്ടത്തരമാണ് ഫോർ ലോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം ചെയ്തു പോകുന്ന മണ്ടത്തരാണ് ലോ. ലോ കംപ്ലീറ്റ്ലി ആക്ട് മൊത്തം പഠിക്കണം, വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ചില ആൾക്കാർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം ലോക്ക് പഠിച്ചു, കാര്യമില്ല, ചോദിക്കൂല. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഇല്ല, നിങ്ങൾ കണ്ടില്ലേ? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വളരെ കുറവാണ്, റയറാ. അപ്പം ഈ കോൺട്രാക്ട് ആക്ട് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഇതൊന്നും ഇല്ലാത്ത വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ അടുത്ത അറ്റംപ്റ്റ് ചോദിക്കുക. സോ റിപ്പീറ്റേഷൻ വളരെ കുറവാണ് ലോയിൽ. ഏത് എടുക്കുകയാണെങ്കിലും, ഏത് ആക്ട് എടുക്കുകയാണെങ്കിലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ഉണ്ടെങ്കിലും വളരെ റയറാണ്. ടാക്സ് പോലെയൊന്നും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഇല്ല. സോ അതുകൊണ്ട് തന്നെ ലോ ആക്ട് പഠിക്കുമ്പോൾ ആ ഫുൾ ആക്ട് പഠിച്ചിട്ട് പോകുക. 100% ആക്ടിലെ എല്ലാ സാധനവും പഠിച്ചിട്ട് പോകും. ഓക്കെ, ആൻഡ് റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. കീവേഡ്സ് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ലോൺ മാർക്ക് കിട്ടൂല. സോ അതുകൊണ്ട് തന്നെ കീവേഡ്സ് വെച്ചിട്ട് അങ്ങനെ റിമെമ്പർ ചെയ്യാൻ നോക്കുക. കീവേഡ്സ് റിമെമ്പർ ചെയ്ത് പഠിക്കാൻ നോക്കുക. ആൻഡ് ലോ പഠിക്കാൻ വാസ്റ്റ് ആയിരിക്കും ചിലപ്പം നിങ്ങൾക്ക് തോന്നല്. അപ്പം ഡെയിലി ബേസിൽ ലോ പഠിക്കുക, ഒരേ സിറ്റിംഗിൽ ലോ പഠിക്കാതെ മറ്റ് സബ്ജക്റ്റിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ലോ പഠിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും ലോക്ക് പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഇടയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് ഓരോ ആക്ടിലെ കുറച്ച് പോർഷൻ വെച്ചിട്ട് തീർക്കുക. ഈ സ്ലോ ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയില്ലേ, ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുക. ലോക്ക് മറ്റത് മടുത്തു തലേ കയറൂല. പിന്നെ ഇടക്ക് റിവിഷൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, കിട്ടുന്നുണ്ടോ, പറ്റുമെങ്കിൽ എഴുതി നോക്കുക, കിട്ടുന്നുണ്ടോ ഓരോ പോർഷൻ എന്നുള്ളത്. ഓക്കെ, സോ കേസ് സ്റ്റഡി നോക്കാൻ മറക്കണ്ടേ. അഗൈൻ ടിപ്പ് പറയണേ, കഴിഞ്ഞ 5 അറ്റംപ്റ്റിലെ കേസ് സ്റ്റഡീസ് എല്ലാതും ഡിസ്കസ് ചെയ്യാം. എല്ലാം നിങ്ങൾ നോക്കണം, എല്ലാം വായിച്ചിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കണം. കാരണം കേസ് സ്റ്റഡി ക്രാക്ക് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റും നമുക്ക്. ഓക്കെ, സോ ഇതനുസരിച്ച് നിങ്ങൾക്ക് ഒരു പാറ്റേൺ ഉണ്ടാക്കാം. ഞാൻ എൻ്റെ ഒരു അനാലിസിസും കാര്യമാണ് പറഞ്ഞ് ഈസി വേ. നിങ്ങൾക്കായിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗോ വിത്ത് എ സ്ട്രാറ്റജി. ഓക്കെ, സോ അടുത്ത ഏത് പേപ്പർ വേണമെന്നുള്ളത് കമന്റ് ചെയ്യുക. ഏതാ പേപ്പർ ലോ കുറെ ആൾക്കാർ വേണമെന്ന് പറഞ്ഞ് ലോ ചെയ്തു. ഇനി ഏത് പേപ്പർ വേണമെന്നുള്ളത് എന്ത് ചെയ്യുക, കമന്റ് ചെയ്താൽ നമുക്ക് അടുത്തത് ആ പേപ്പർ ഇടാം. ഓക്കെ, സോ സി യു. കമന്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത പേപ്പർ ഏതാ വേണ്ടതെന്നുള്ളത് കമന്റ് ചെയ്യാം. ഓക്കെ, സോ ഷെയർ ചെയ്യാൻ മറക്കണ്ടേ.